ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പേട ഉണ്ടാക്കാൻ പോകുന്നത് നല്ലുണ്ട് പേട. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. അതിന് വേണ്ടി 2 ലിറ്റർ പാൽ ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. പിന്നെ അര ചെറുപ്പുളി പിഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, വേറെ ഒന്നും വേണ്ട. ഇനി പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചെറുപ്പുളി ഒഴിച്ച് കൊടുത്തു. അപ്പോൾ പാൽ പൊട്ടിപ്പോയി. അതിനെ ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഒന്ന് കലക്കി കൊടുക്കണം. കലക്കിയിട്ട് അതിന് വെള്ളം ഫുള്ള് വെള്ളം ആറിയിട്ട് കിട്ടണം പാലിൻ്റെ. ഇതാണ് ഇതിൽ പണിയൊന്നുമില്ല. അത് ഈ പണി ഭയങ്കര ഹാർഡ്. മെൽട്ട്. അതിന് വെള്ളം ആറാൻ കുറേ പണി പിടിക്കുന്നു. ഇതുപോലെ മെൽട്ട് അതിന് കയ്യിലിട്ടിട്ട് ഒന്ന് ഇളവി കൊടുത്തിട്ട് വെള്ളം ഇങ്ങനെ ആറി കിട്ടി. പിന്നെ അതിനുശേഷം 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടി എത്ര നെയ്യ് ഒഴിച്ചോളി, നോ പ്രോബ്ലം. ഞാൻ 2-3-4 സ്പൂൺ ഒഴിച്ച് കൊടുത്തു. നെയ്യ് ഇട്ടിട്ട് വീണ്ടും ഒന്നങ്ങനെ. അപ്പം വെള്ളമെല്ലാം ആറി കിട്ടി. നമുക്ക് എന്ത് കാണാൻ നല്ല തെരിയായിട്ട് നല്ല ഉണ്ടല്ലോ, നല്ല വീടാകെ നല്ല സ്മെല്ല്. അതിനുശേഷം അതിലേക്ക് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് ഇട്ടോളി. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും എല്ലാം ഫ്രൈ ആക്കിയിട്ട് ഇട്ടത്. എല്ലാം ഫ്രൈ ആക്കി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വീണ്ടും മിക്സാക്കി കൊടുത്തു. അതിനുശേഷം അതിന് പ്ലേറ്റിൽ സെറ്റാക്കി. പക്ഷെ 1.5 മണിക്കൂർ പിടിച്ചിന് ഈ വെള്ളമാണ് കാറിയിട്ട് കിട്ടാൻ. 1.5 മണിക്കൂർ ഞാൻ ഗ്യാസിൻ്റെ ഇടയിൽ നിന്നിട്ട് ഒന്നിങ്ങനെ ഇളവി കൊടുത്ത് ഈ പരുവത്തിലാക്കി. പിന്നെ എൻ്റെ ഒരു സിൽവറിൻ്റെ ഇതുണ്ടായി പേപ്പർ, അതൊന്നും അതിലേക്ക് സെറ്റാക്കിയിട്ട് വെച്ച്. എങ്ങനെയുണ്ട്? നല്ല ഉണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് അറിയിക്കണേ. ഓക്കെ, അപ്പോൾ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒന്ന് ചെയ്യണേ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.